ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതിനു മുൻപേ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. ഈ ക്ലാസ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള പോർഷനിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും തീരും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ, പിന്നെ വെക്ടർ അഡീഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മോഷന്റെ പോർഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇന്ന് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കുറച്ചൊരു ടഫ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ റിലേറ്റീവ് വെലോസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലേക്കാണ് പോകുന്നത്. +1 ടെക്സ്റ്റ് ബുക്കിലേക്ക് നമുക്ക് നോക്കാം എന്താണെന്ന്. റിലേറ്റീവ് വെലോസിറ്റി. You must be familiar with the experience of traveling in a train and being overtaken by another train moving in the same direction as you are. അതായത് നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലുള്ള ഒരു ട്രെയിന് നമ്മളെ മറികടന്നു പോകുന്ന അവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. While that train must be traveling faster than you be able to pass you, it does seem slower to you than it would be to someone standing on the ground and watching both the trains. അതായത് രണ്ട് ട്രെയിനിനെയും വാച്ച് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ ആ ട്രെയിൻ പോകുന്നത് സ്ലോവർ ആയിട്ട് തോന്നിയേക്കാം. ഇൻ കേസ് ബോത്ത് ദ ട്രെയിൻസ് ഹാവ് ദ സെയിം വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ദാൻ ടു യു, ദ അതർ ട്രെയിൻ വുഡ് സീം ടു ബി നോട്ട് മൂവിങ് അറ്റ് ഓൾ. അതായത് വേറൊരു കേസ് പറയാണ്. ഇൻ കേസ് ബോത്ത് ദ ട്രെയിൻസ് ഹാവ് ദ സെയിം വെലോസിറ്റി, രണ്ട് ട്രെയിനും സെയിം വെലോസിറ്റി ആണ്, ഗ്രൗണ്ടുമായിട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെങ്കിൽ, അതായത് ഒരേ വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റേ ട്രെയിൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുകയില്ല. To understand such observations, we now introduce the concept of relative velocity. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം, അല്ലെങ്കിൽ ആപേക്ഷിക പ്രവേഗമാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ആപേക്ഷിക പ്രവേഗമാണ്. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ പല പ്രോബ്ലംസും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ബസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ബസ് മൂവ് ചെയ്യുന്നുണ്ടോ, പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബസ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടെ ചിന്തിക്കേണ്ട തരത്തിലുള്ള പ്രോബ്ലംസ് ഒരു പക്ഷേ ഇതിൽ നിന്ന് ചോദിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺസിഡർ ടു ഒബ്ജക്ട്സ് എ ആൻഡ് ബി മൂവിങ് യൂണിഫോംലി വിത്ത് ആവറേജ് വെലോസിറ്റീസ് VA ആൻഡ് VB ഇൻ വൺ ഡയമെൻഷൻ. അതായത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഒബ്ജക്ട്സിനെ വെക്കുമ്പോൾ നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്നിനെ അപേക്ഷിച്ച് ഒന്ന് എത്ര വെലോസിറ്റിയിൽ പോകുന്നു. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയാൻ വേണ്ടി രണ്ട് ഒബ്ജക്റ്റ് എടുത്തിരിക്കുകയാണ്, എ ആൻഡ് ബി. അതിന്റെ വെലോസിറ്റീസ് റെസ്പെക്റ്റീവ്ലി എന്താണ്? VAയും VBയും ആണ്. രണ്ട് വസ്തുക്കൾ എ ആൻഡ് ബി, അതിന്റെ പ്രവേഗങ്ങൾ VA VB എന്നിങ്ങനെയാണ്. രണ്ടും വൺ ഡയമെൻഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏകമാന ചലനത്തിലാണ്. അത് എക്സ് ആക്സിസിൽ കൂടിയാണെന്ന് വിചാരിക്കാം. ഇനി അവരുടെ ആദ്യത്തെ പൊസിഷൻ, ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് എന്റെ ആദ്യ സ്ഥാനം XA0 ആണ്, ബിയുടെ ആദ്യ സ്ഥാനം XB0 ആണ്. എപ്പോ? T0 എന്ന സമയത്ത് XAയുടെ സ്ഥാനം XA0 ആണ്, ബിയുടെ സ്ഥാനം XB0 ആണ്. ഇനി T എന്ന സമയത്ത്, ടൈം Tയിൽ അവരുടെ പൊസിഷൻസ് എന്ന് പറയുന്നത് XATയും XBTയും ആണ്. ഇനി അടുത്തൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആവറേജ് വെലോസിറ്റി, അതായത് 0 എന്ന പൊസിഷൻ മുതൽ T വരെയുള്ള പൊസിഷനിലുള്ള ആവറേജ് വെലോസിറ്റി കാണുമ്പോൾ നമുക്ക് കിട്ടുക XAT മൈനസ് XA0 ബൈ T ഇസ് ഈക്വൽ ടു VA എന്ന് കിട്ടും അല്ലേ.
ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? XAT. ഇവിടെയുള്ള ആവറേജ് വെലോസിറ്റി, അതായത് എയുടെ ആവറേജ് വെലോസിറ്റി ആണ് വിചാരിക്കുക. എയുടെ വെലോസിറ്റി കാണാനാണെങ്കിൽ വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? XAT മൈനസ് XA0 ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. അടുത്തത് ബിയുടെ വെലോസിറ്റി കാണുകയാണെങ്കിൽ XBT മൈനസ് XB0 ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതായത് XAT ഈസ് ഈക്വൽ ടു XA0 പ്ലസ് VAT എന്നും XBT ഈസ് ഈക്വൽ ടു XB0 പ്ലസ് VBT എന്നും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കുറയ്ക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ബി എന്ന വസ്തുവിനെ എയിലേക്കുള്ള സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കുറയ്ക്കുക. രണ്ടിന്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് XBAT is equal to XBT minus XAT which is equal to XB0 minus XA0 plus VB minus VA into T. അതായത് രണ്ടാമത്തെ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതിയാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഒരു വാല്യൂ കൊടുത്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇട്ട് നോക്കിയാൽ മതി. അതായത് ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബിക്ക് വെലോസിറ്റി VB മൈനസ് VA ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ഒബ്ജക്റ്റ് എയിൽ നിന്ന് നോക്കിയാൽ ഒബ്ജക്റ്റ് ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് VB മൈനസ് VA എന്നുള്ളതാണ്. അതായത് ഒബ്ജക്റ്റ് എയിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് VB മൈനസ് VA എന്നുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഇക്വേഷൻ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ VB മൈനസ് VA എന്നുള്ള ആ ഒരു എമൗണ്ടിലാണ് ഓരോ ടൈമിലും ഈച്ച് യൂണിറ്റ് ഓഫ് ടൈമിലും ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ അടുത്ത ഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വി സേ ദാറ്റ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ബി റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് എ ഈസ് VB മൈനസ് VA എന്നുള്ള, അതായത് എയിൽ നിന്ന് നോക്കുമ്പം VB മൈനസ് VA എന്നുള്ള വെലോസിറ്റിയിലാണ് ബി പോകുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ VBA is equal to VB മൈനസ് VA എന്ന് എഴുതാം. അതേപോലെ VAB എന്നുള്ളത് എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് VA മൈനസ് VB എന്ന് എഴുതാം. എയുടെ പ്രവേഗം വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് VA മൈനസ് VB എന്ന് എഴുതാം. ഇനി എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ടു ഒബ്ജക്ട്സ് വിത്ത് ഈക്വൽ വെലോസിറ്റീസ്, അതായത് രണ്ട് ഈക്വൽ വെലോസിറ്റീസ് ഉള്ള ഒരു രണ്ട് വസ്തുക്കളുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈക്വൽ വെലോസിറ്റിയിൽ റിലേറ്റീവ് വെലോസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഇനിയുള്ള കേസുകളൊക്കെ പറയാൻ പോകുന്നത്. അപ്പം ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ രണ്ടിനും ഈക്വൽ വെലോസിറ്റി ആണ്. പക്ഷെ ആദ്യത്തെ വസ്തു എ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 10 മീറ്റർ ആണ്. രണ്ടാമത്തെ വസ്തു സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 20 മീറ്റർ ആണ്. എന്നിട്ട് രണ്ടും ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തമ്മിൽ ഉണ്ടാകുന്ന എയിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് VBA ആയിരിക്കും, അതായത് VB മൈനസ് VA ആയിരിക്കും. അതേപോലെ ബിയിൽ നിന്ന് നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് VAB ആയിരിക്കും, അതായത് VA മൈനസ് VB ആയിരിക്കും. അത് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൽ വലിയ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ആ വാല്യൂസ് പുട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. എന്താണ് സ്പെഷ്യൽ കേസസ്? VB ഈക്വൽ ടു VA, അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്, ആദ്യത്തെ കേസ്.
വി ബി ഈക്വൽ ടു വി എ ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റി രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് വ്യത്യാസം ഉണ്ടാവില്ല പ്രവേഗത്തിന്. അപ്പൊ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. വി ബി മൈനസ് വി എ 0 ആവുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ എക്സ് ബി ടി മൈനസ് എക്സ് എ ടി എന്ന് പറയുന്നത് എക്സ് ബി 0 മൈനസ് എക്സ് എ 0 ആവും. അതായത് അവരുടെ പൊസിഷൻസ് തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് എന്താണ് ദ ടു ഒബ്ജക്ട് സ്റ്റേറ്റ് കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്. അവരെപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ബി ടി മൈനസ് എക്സ് എ ടി ഇസ് ഈക്വൽ ടു എക്സ് ബി 0 മൈനസ് എക്സ് എ 0. അവരുടെ ഇനിഷ്യൽ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസവും അവരുടെ ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസവും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ മൂവ് ചെയ്യുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാഫ് എന്ന് പറയുന്നത് പാരലൽ ലൈൻ ആയിരിക്കും, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതാണ് അവിടെ തന്നിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ ആ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഗ്രാഫ് നോക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, വി ബി ഈക്വൽ ടു വി എ ആവുന്ന സമയത്ത് വി എയുടെ എക്സ് ബി ടി മൈനസ് എക്സ് എ ടി ഈക്വൽ ടു എക്സ് ബി 0 മൈനസ് എക്സ് എ 0 ആവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഉള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും അതെന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ വ്യത്യാസം മാത്രമേ അവർ തമ്മിൽ ഉണ്ടാവുള്ളൂ. ആ ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അവരുടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാഫ്, പൊസിഷൻ ടൈമിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ട് പാരലൽ ലൈൻസ് ആയിരിക്കും എന്നുള്ള കാര്യം നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്ത കേസ് പറയാനാണെങ്കിൽ വി എ ഗ്രേറ്റർ ദാൻ വി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ എയുടെ പ്രവേഗം എന്ന് പറയുന്നത് ബിയുടെ പ്രവേഗത്തിനെക്കാട്ടിൽ കൂടുതലാണ്. അങ്ങനെ പറയുമ്പം വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ബി എന്ന് പറയുന്നത് ചെറിയ പ്രവേഗമാണ്, എ എന്ന് പറയുന്നത് വലിയ പ്രവേഗമാണ്. അപ്പം ചെറിയ പ്രവേഗത്തിൽ നിന്ന് വലിയ പ്രവേഗം കുറച്ചു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണ് കിട്ടുക. അപ്പൊ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രാഫിനെക്കാട്ടിലും ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സ്റ്റീപ്പർ ആയിരിക്കും, കുറച്ചുകൂടെ ചെരിവുള്ളതായിരിക്കും. അതേപോലെ തന്നെ അതൊരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇതെങ്ങനെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാം എന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് എയുടെ പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എടുക്കുന്നത്. അടുത്ത ഒബ്ജക്റ്റിൻ്റെത് ബിയുടെ പ്രവേഗം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എടുക്കുന്നു. ഇവിടെ നമ്മളെ ഗ്രാഫ് തന്നിട്ടുണ്ട് ആദ്യത്തെ. അപ്പൊ എന്താണ് ഫസ്റ്റത്തെ 0 ഒറിജിനിൽ അത് എന്താണ് എവിടെയാണ് നിൽക്കുന്നത്, അതേപോലെ അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് എ 0 ഈക്വൽ ടു 10 മീറ്റർ ആൻഡ് എക്സ് ബി 0 ഇസ് ഈക്വൽ ടു 40 മീറ്റർ, അതും തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ടിന്റെയും ഇനിഷ്യൽ പൊസിഷൻ മനസ്സിലായി. ഇനിഷ്യൽ പൊസിഷൻ നമുക്ക് ഈ ഗ്രാഫിൽ കാണുന്ന പോലെ ആദ്യത്തെ എ എന്ന് പറഞ്ഞ വസ്തു ഇനീഷ്യലി അത് നിൽക്കുന്നത് 0 ടൈമിൽ അത് നിൽക്കുന്നത് എവിടെയാണ്, 10 മീറ്ററിലാണ്. അതേപോലെ ബി എന്ന് പറഞ്ഞ വസ്തു നിൽക്കുന്നത് 40 മീറ്ററിലാണ്. ആൻഡ് എയുടെ പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അടുത്ത ഒരു സെക്കൻഡില് അത് 20 മീറ്റർ മൂവ് ചെയ്യും, എ എന്ന് പറയുന്ന വസ്തു. അപ്പൊ അടുത്ത ഒരു മീറ്ററിൽ അത് 20 മീറ്റർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡില് അത് എവിടെയായിരിക്കും ഉണ്ടാകുക, എ എന്നുള്ള വസ്തു ആദ്യത്തെ സെക്കൻഡിൽ 10-ലാണെങ്കിൽ അതായത് ഒറിജിനിൽ നിൽക്കുമ്പോൾ 10-ലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിൽ അത് എവിടെ ഉണ്ടാവും, 10 + 20 അത് 30-ലുണ്ടാവും. രണ്ടാമത്തെ സെക്കൻഡിൽ അത് 30 + 20 50-ലുണ്ടാവും. ഇനി മൂന്നാമത്തെ സെക്കൻഡിൽ അത് 50 + 20 70-ലുണ്ടാവും. നാലാമത്തെ സെക്കൻഡിൽ അത് 70 + 20 90-ലുണ്ടാവും. അങ്ങനെയുള്ള എയുടെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി
രണ്ടാമത്തെ ഗ്രാഫ് ബിയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ 40 ആണ്. അപ്പം അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആദ്യം ഒറിജിനിൽ അത് 40 മീറ്ററിലാണ് നിൽക്കുന്നത്. പിന്നെ ഒന്നാമത്തെ സെക്കൻഡിൽ അത് 10 മീറ്ററൂടെ മൂവ് ചെയ്യും. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ പ്രവേഗം. അപ്പോൾ അത് 10 മീറ്ററൂടെ അടുത്ത സെക്കൻഡിൽ മൂവ് ചെയ്യും. അപ്പോൾ 50-ലെത്തും. ഇനി രണ്ടാമത്തെ സെക്കൻഡിൽ അത് 60-ലെത്തും. മൂന്നാമത്തെ സെക്കൻഡിൽ അതും 70-ലെത്തും. അപ്പോൾ ആദ്യത്തെ ഗ്രാഫിലെ എ എന്നുള്ള ഒബ്ജക്റ്റ് മൂന്നാമത്തെ സെക്കൻഡിൽ 70-ലെത്തി. ഈ പറഞ്ഞ രണ്ടാമത്തെ ഗ്രാഫിലെ ഒബ്ജക്റ്റും എന്ത് ചെയ്തു? മൂന്നാമത്തെ സെക്കൻഡിൽ 70-ലെത്തി. അങ്ങനെ ഈ രണ്ട് ഗ്രാഫും എന്ത് ചെയ്യുന്നു? അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നുണ്ട്. രണ്ട് ഒബ്ജക്റ്റിന്റെയും ഗ്രാഫ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് ഗ്രാഫും കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവരൊരു കോമൺ പോയിന്റിൽ ആ രണ്ട് ഒബ്ജക്ട്സും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ 70 മീറ്ററിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. വേറൊരു കാര്യം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എ ഉണ്ടല്ലോ, ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 70 മീറ്ററിലാണ് ഇവര് ഈ ഗ്രാഫിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 70 മീറ്ററിലാണ് ഇവരുടെ കോമൺ പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എ മുന്നോട്ട് തന്നെ പോവാണ്. അപ്പം ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ അത് എന്ത് ചെയ്തു? ഓവർടേക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ അടിയിൽ പറയുന്നുള്ളത്. ആ കേസിൽ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എന്താണ് ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് വി എ ബി ആണ് അല്ലെ. അപ്പൊ വി എ ബി എന്താണ്? എന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്, ബിന്റെ വെലോസിറ്റി 10 ആണ്. അപ്പോൾ 20 മൈനസ് 10 ആണ് എന്ത്? വി എ ബി എന്ന് പറയുന്നത്. അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വി ബി എ എന്ന് പറയുന്നത് വി ബി മൈനസ് വി എ ആണ്. അതെന്താണ്? 10 മൈനസ് 20 ആണ്. അത് മൈനസ് 10 ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് വി ബി എ എന്ന് പറയുന്നത് മൈനസ് വി എ ബി ആണെന്നുള്ള ഒരു സംഭവം അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് പറയുന്നുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ഉള്ള ഒബ്ജക്ട്സ് ആണെന്ന്. അതായത് ഒരു ദിശയിൽ നിന്ന് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ ഒരു സൈഡിലേക്കും മറ്റേ ഒബ്ജക്റ്റ് വേറൊരു ഇപ്പം ആദ്യത്തെ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഓപ്പോസിറ്റ് സൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈൻസ് ആണെന്നുള്ള ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. If in the above example object A is moving with 20 meter per second, അതായത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് 20 മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? XA0 എന്ന് പറയുന്ന 10 മീറ്ററിലാണ് അത് ഇരിക്കുന്നത്. ഒറിജിനൽ അത് 10 മീറ്ററിലാണ് ഇരിക്കുന്നത്. ഇനി വി ബി എന്ന് പറയുന്നത് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഇനീഷ്യൽ പൊസിഷനിൽ 40 മീറ്ററിലാണ് ഇരിക്കുന്നത്. ഈ കാര്യം ഓർത്ത് വെച്ചിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ എയുടെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് XA0 എന്നുള്ള പൊസിഷനിൽ അത് എവിടെയാണ് ഇരിക്കുന്നത്? 10 മീറ്ററിൽ ഇരിക്കുന്നു. പിന്നെ അതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത സെക്കൻഡിൽ അത് 20 മീറ്റർ മൂവ് ചെയ്യും. അപ്പൊ 10 പ്ലസ് 20 30-ലായിരിക്കും അത് അടുത്ത സെക്കൻഡിൽ ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ സെക്കൻഡിൽ അത് 30 പ്ലസ് 20 50-ലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ സെക്കൻഡിൽ അത് 50 പ്ലസ് 20 70-ലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എയുടെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ബിയുടെ ഗ്രാഫ് വരുമ്പോൾ അത് ആദ്യത്തെ പൊസിഷനിലുള്ളത് 0-ൽ അത് എവിടെയാണുള്ളത്? 0 ടൈമിൽ അത് 40 മീറ്ററിൽ ഇരിക്കുകയാണ്. 40 മീറ്ററിന് പിന്നെ അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അടുത്ത സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 10 മീറ്റർ കുറയും. അപ്പൊ ആദ്യത്തെ സെക്കൻഡിൽ അത് 30-ലായിരിക്കും. പിന്നെ അടുത്ത സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ കുറയും. അത് 20-ലാവും. പിന്നെ അടുത്ത സെക്കൻഡിൽ അത് 10-ലാവും. വീണ്ടും അത് 10 മീറ്റർ കുറയും. ഫോർത്ത് സെക്കൻഡിൽ അത് 0-ലാവും. വീണ്ടും 10 മീറ്റർ കുറയും. ഫിഫ്ത്ത് സെക്കൻഡിൽ അത് എന്താവും? -10-ലാവും.
അങ്ങനെയാണ് ആ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഈ 2 ഗ്രാഫും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയും നമ്മുടെ ഗ്രാഫുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അവരുടെ ടൈം ഓഫ് മീറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏത് ടൈമിലാണ് അവര് മീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ഇവിടെ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ്. 10 മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ്. 40 മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 2 ഒബ്ജക്റ്റും t = 1 എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ബി മൈനസ് വി എ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് -10 - 20 നമുക്ക് -30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഇനി വി എ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 20 - -10 20 +10 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 2 ട്രെയിനിന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? If the objects under consideration are 2 trains, then for a person sitting on either of the two, the other train seems to go very fast. മൂവ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റേ ആള് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 30 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു എന്ന് തോന്നും. അതായത് വെരി ഹൈ വെലോസിറ്റിയിൽ, ഒരു കൂടിയ പ്രവേഗത്തിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അത്രേ ഉള്ളൂ ഈ കാര്യം. അപ്പൊ എല്ലാവരും റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് പഠിക്കുക. കോൺസെപ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കണ്ടുപോകാം, പെട്ടെന്ന് കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.